ഗൈസ്, എല്ലാവർക്കും ചാവക്കാടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നലെ തുടങ്ങിയ യാത്ര കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കഞ്ചിക്കോടായിരുന്നു. കഞ്ചിക്കോട് നമ്മൾ ഇപ്പോൾ TMT കമ്പനിയുടെ തൊട്ടടുത്താണ്. നമ്മൾ പാലക്കാട് കഴിഞ്ഞ് ഏകദേശം കഞ്ചിക്കോട് എത്തുന്നതിന് മുമ്പ് ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ് ഒരു നദിക്ക് കുറുകെയുള്ള ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞിട്ട് ഫ്ലൈ ഓവർ കയറി വരുന്ന ആദ്യത്തെ സിഗ്നലിൻ്റെ റൈറ്റ് എടുത്താൽ നമുക്ക് സർവീസ് റോഡ് പിടിച്ച് നമുക്ക് TMT കമ്പനിയുടെ അവിടെ എത്താം. ഓൾറെഡി ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്ത് ഇത് ഒന്ന് അവിടെ എത്തിക്കും. അതിനു മുമ്പ് നമ്മുടെ കണ്ടന്റിൽ നമ്മൾ പറഞ്ഞു തീർക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ അയക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരുപാട് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. ചെറുപ്പക്കാരുടെ എല്ലാം ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ലൈസൻസ് എടുക്കണം, അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ ഓടിക്കണം. എൻ്റെയും അതുപോലെ ഒരു സ്വപ്നമായിരുന്നു. ഞാൻ 18ാമത്തെ വയസ്സ് മുതൽ വണ്ടി ഫീൽഡിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. ഇന്നിപ്പോൾ ഞാൻ ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ എന്നുള്ള ഒരു ആത്മാഭിമാനത്തിൻ്റെ പുറത്ത് പുതിയതായി കടന്നു വരുന്ന പലർക്കും ഇതൊരു പ്രചോദനമാകുമെന്ന് കരുതിയിട്ടാണ്. നിങ്ങളെല്ലാവരും ഹെവി ലൈസൻസ് എടുക്കുക. കാര്യം അനന്തമായ സാധ്യത ഈ ഫീൽഡിൽ നിലനിൽക്കുകയാണ്. ഇപ്പം കണ്ടെയ്നർ, അതുപോലെ തന്നെ ട്രെയിലർ, അതുപോലെ തന്നെ 10 വീല്, 12 വീല്, 14 വീല്, അങ്ങനെ പല പല വീൽസിൽ വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ പ്രായമായവർ ഇതിനകത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ പുതിയ പുതിയ യുവാക്കൾ ഈ ഫീൽഡിലേക്ക് കടന്നു വരേണ്ടതാണ്. അതുകൊണ്ട് മാക്സിമം ഒരു 22-24 വയസ്സുള്ള എല്ലാ ചെറുപ്പക്കാരും നിങ്ങൾ ഹെവി ലൈസൻസ് എടുക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവറുടെ കൂടെ നിങ്ങൾ പോവുക, പണി പഠിക്കുക, ലൈസൻസ് എടുക്കുക, ഈ ഫീൽഡിലേക്ക് സിംഗിളായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞിരുന്നു, ഒരു പുതിയ ഒരാൾ ഈ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു വാഹനം എടുത്ത് ഈ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അദ്ദേഹത്തിന് ഒരു ലോഡ് എടുക്കാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു വണ്ടി പൂർണ്ണമായിട്ടും അതിൽ ഇന്ധന ക്ഷമത, അതായത് എത്ര ലിറ്ററാണ് കപ്പാസിറ്റി, അത് ഫുൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഉപദേശം. അപ്പം നിങ്ങൾ വിചാരിക്കുക 250 ലിറ്റർ 300 ലിറ്ററൊക്കെ 96 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയാവും. അത് എന്തായാലും അതൊരു ബാക്കപ്പാണ്. നമ്മളൊരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ട ഒരു മൂലധനമാണ്. എല്ലാവരും നിർബന്ധമായും എടുക്കുന്ന പുതിയ വണ്ടിയായിട്ട് പഴയ വണ്ടിയായിട്ട് ഫുൾ ഫിൽ ഇന്ധനം നിറയ്ക്കുക. അതുകൊണ്ടുള്ളൊരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഓട്ടം എടുക്കും. ഇപ്പോൾ ഒരു 200 കിലോമീറ്ററുള്ള ഒരു ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ 200 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് വാടക നമ്മുടെ കയ്യിലേക്ക് വന്നു. നമ്മുടെ ബാറ്റായും അതുപോലെ തന്നെ നമ്മുടെ ചിലവെന്ന് പറഞ്ഞാൽ ഡീസൽ ചിലവ് വരും, അതുപോലെ തന്നെ കെട്ടുകൂലി, മാമൂല്, ഇറക്കുകൂലി, അങ്ങനെ കുറേ കൂലികളൊക്കെ വരും. ഇതെല്ലാം കഴിച്ച് നമുക്ക് ഇന്ധനത്തിന് വരുന്ന എത്രയാണോ എമൗണ്ട്, ആ എമൗണ്ട് നമ്മൾ അടയ്ക്കുക. ആ അടച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 200 കിലോമീറ്റർ നമുക്ക് ഒരു 5 മൈലേജ് ഉള്ള ഒരു വണ്ടിക്ക് എത്ര ലിറ്റർ പെട്രോൾ വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ലിറ്റർ ഡീസൽ വേണ്ടി വരും, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും അടുത്തുള്ള നമ്മൾ ഓട്ടം കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള പമ്പിൽ ചെന്നിട്ട് നമ്മൾ ഇന്ധനം നിറയ്ക്കുക, ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ ഓട്ടം എടുത്ത് നമ്മൾ ഇന്ധനം കാലിയായതിനു ശേഷം നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഫുൾ ഇന്ധനം അടയ്ക്കാനുള്ള അല്ലെങ്കിൽ അടിക്കാനുള്ള ഒരു ബാക്കപ്പ് നമ്മളിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്ന ആദ്യത്തെ ഉപദേശമാണ് ഫുൾ ഫില്ല് ചെയ്യുക. അത് എത്രയാണോ ആദ്യം വരുന്ന ഓട്ടം, ആ ഓട്ടം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഇന്ധനം ഫുൾഫില്ലാക്കുക. നമുക്കിപ്പോൾ പുതിയ വണ്ടികൾ വരുന്നത്, ചേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബോഡി ചെയ്തു വരുന്നുണ്ട്, മറ്റേ പടുതയും കയറും ഒക്കെ വെക്കാനുള്ള കരിയറൊക്കെ ചെയ്തു വരുന്നുണ്ട്. പഴയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും. ചിലപ്പം ഒരുപക്ഷെ പടുതയും കയറും ചിലപ്പം കാണണമെന്നില്ല. പുതിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി സെറ്റപ്പിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ, പടുതയും കയറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർമിറ്റും അതുപോലെ തന്നെ പേപ്പേഴ്സും എല്ലാം, അതായത് ഇൻഷുറൻസ്, ടാക്സ്, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പെർമിറ്റുകളെല്ലാം ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ ഏത് നാട്ടുകാരനാണോ, ഇപ്പം നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ മാന്നാർ എന്നുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചെങ്ങന്നൂരായിരിക്കും അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ വരുന്നത്. ഞാൻ അവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നേരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഓഫീസ് എന്ന് പറയുന്നത് തിരുവല്ലയിലുണ്ട്, അതുപോലെ തന്നെ മാവേലിക്കരയുണ്ട്, അതുപോലെ തന്നെ കോട്ടയമുണ്ട്, ചങ്ങനാശ്ശേരിയുണ്ട്.
ഇവിടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു 40, അതുപോലെ തന്നെ 40 കിലോമീറ്റർ, അതുപോലെ ഒരു 100 കിലോമീറ്റർ, ഒരു 150 കിലോമീറ്ററിന് ഇടയ്ക്കൊക്കെ ചുറ്റളവിൽ നമ്മുടെ ട്രാൻസ്പോർട്ടർമാർ ഓട്ടം വിളിച്ച് പലർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം മാന്നാറിൽ നിന്ന് കോട്ടയം പോകേണ്ടി വന്നാൽ തന്നെ അതൊരു നഷ്ടമാകത്തില്ല. കോട്ടയത്തൊക്കെ നമ്മുടെ സുകുമാരൻ ചേട്ടൻ്റെയൊക്കെ PRS ട്രാൻസ്പോർട്ട് ഉണ്ട്, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നടത്തുന്ന വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ സുകുമാരൻ ചേട്ടൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാന്നാറിൽ നിന്ന് സുകുമാരൻ ചേട്ടനെ ഞാൻ വിളിക്കുമ്പോൾ ആദ്യം എൻ്റെ പേര് പറയും, അതുപോലെ തന്നെ എൻ്റെ വണ്ടിയുടെ പേര് പറയും, എൻ്റെ വണ്ടി നമ്പർ പറയും. സ്വാഭാവികമായിട്ടും സുമാരനും ചോദിക്കാതെ എത്ര വീലാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാതെ തന്നെ പറയും ഒന്നെങ്കിൽ സിംഗിൾ വീലല്ല, സിംഗിൾ വണ്ടി എന്ന് പറയുന്നത് 6 വീലിനെയാണ്. അപ്പോൾ സുമാരൻ ചേട്ടനോട് ഞാൻ പറയും, ചേട്ടാ ഒരു വണ്ടി എൻ്റെ കയ്യിലുണ്ട്, എനിക്കൊന്ന് ഓട്ടോ ആക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ചോദിക്കും എവിടെയാണ് കിടക്കുന്നത്. അപ്പം മാന്നാറാണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, ഈ ഭാഗത്തുള്ള ഏതെങ്കിലും ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു തരാം, അല്ലെങ്കിൽ ഷെഡിലേക്ക് വരാൻ പറയും. ഈ ഷെഡ് എന്ന് പറയുന്നത് PRSന്റെ നേരെ ഓപ്പോസിറ്റ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഷെഡ് ഉണ്ടാകും, ഷെഡ്. നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ഓഫീസിൽ പോയി നമ്മൾ വണ്ടി നമ്പർ കൊടുത്ത് നമ്മുടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് വരുന്ന ഓട്ടം അവിടുന്ന് ഇപ്പം നമുക്ക് റബ്ബർ വരാം, ഗുഡ് ഷെഡിൽ നിന്ന് വളം വരാം, അതുപോലെ തന്നെ നമുക്ക് സിമൻറ്റ് വരാം. നമ്മൾ എത്ര കിലോമീറ്റർ ആണ് നോക്കി എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ ഓട്ടങ്ങളും. അതിനൊരു ബേസിക് എമൗണ്ട് എപ്പോഴും ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പം ഒരു കോട്ടയത്തു നിന്ന് ഒരു കളമശ്ശേരി ഒക്കെ എടുക്കുകയാണെന്നോ അല്ലെങ്കിൽ ഒരു ആലുവൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു എമൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ടർ ആ എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ വണ്ടിയുടെ മൈലേജാണ്. സ്വാഭാവികമായിട്ടും പുത്തൻ വണ്ടികൾക്കൊക്കെ 7 മൈലേജും 6 മൈലേജും 5 മൈലേജും ഒക്കെ കിട്ടുന്ന വണ്ടികളൊക്കെ ഉണ്ട്. നമ്മളൊരു 6 വീല് വണ്ടിയുടെ ഏറ്റവും കുറഞ്ഞ ഒരു മൈലേജ് ലോഡും പുറത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് നമ്മൾ ആ 5 മൈലേജിനെ നമ്മളുടെ ടോട്ടൽ കിലോമീറ്റർ കൊണ്ട് ഭാഗിക്കണം. ആ ഭാഗിക്കുമ്പോൾ കിട്ടുന്ന കണക്കാണ് നമുക്ക് നമ്മുടെ വണ്ടിക്കകത്ത് വേണ്ട ഇന്ധനം എത്ര ലിറ്റർ വേണമെന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു കാൽക്കുലേഷൻ. അതിനെ നമ്മൾ ഇപ്പോഴത്തെ നിലവിലെ റേറ്റുമായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ഇപ്പം 40 ലിറ്ററാണ് നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് ഓടേണ്ടത്, അല്ലെങ്കിൽ 50 ലിറ്ററാണ്, അല്ലെങ്കിൽ 10 ലിറ്ററാണ്. ആ 10 ലിറ്ററിനെ നമ്മൾ നിലവിലെ വിലയുമായിട്ട് ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് ഇന്ധന വില നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബാറ്റയാണ്. ഇന്ധനവും ബാറ്റയും അതുപോലെ തന്നെ നമ്മുടെ കെട്ടുകൂലി, അതുപോലെ തന്നെ കയറ്റുകൂലി, ഇറക്കുകൂലി, എന്തെങ്കിലും മാമൂലുണ്ടെന്നുണ്ടെങ്കിൽ മാമൂല്, ട്രാൻസ്പോർട്ടറുടെ കമ്മീഷൻ, ഇതെല്ലാം കിഴിച്ചിട്ട് വരുന്ന ബാലൻസ് എമൗണ്ട് ആണ് മുതലാളിയുടെ എമൗണ്ട് എന്ന് പറയുന്നത്. ആ മുതലാളിക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടോ, ആ എമൗണ്ട് നല്ലൊരു എമൗണ്ട് ആണോ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തൊരു എമൗണ്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓട്ടം എടുക്കുക. ഇനി മുതലാളിക്കോ അല്ലെങ്കിൽ വണ്ടിക്കോ ഒന്നും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് നല്ല വാടക ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കിട്ടുന്ന വാടകയ്ക്ക് നമ്മൾ ആ ഓട്ടോ എടുക്കുക. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു വണ്ടി ഒരിക്കലും എവിടെയും കിടന്നു പോയി കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കൂലിക്ക് വിടുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ആ തൊഴിലാളിക്ക് ബാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അവനത് മതി. പക്ഷേ എവിടെയെങ്കിലും പോയി ഹാൾട്ട് കിടന്നു കഴിഞ്ഞാൽ മുതലാളിക്ക് ഉണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്നത് ഒരു വണ്ടിക്ക് അവൻ അടയ്ക്കേണ്ട CCയുടെ പെർ ഡേ കാൽക്കുലേഷനാണ്. പിന്നെ നമ്മൾ തൊഴിലാളികൾക്കും ഹാൾട്ട് ചാർജിന് വരുമ്പോഴത്തേനും സ്വന്തമായിട്ടാണ് കാശ് മുടക്കേണ്ടത്. ആ ഹാൾട്ട് ചാർജ് നമ്മളാണ് കയ്യിൽ നിന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഒരു തൊഴിലാളി വണ്ടി കിടക്കാൻ അനുവദിക്കത്തില്ല. പക്ഷേ എങ്ങാനും കിടന്നു പോയി കഴിഞ്ഞാൽ തൊഴിലാളിക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിനേക്കാളും കൂടുതൽ ഉണ്ടാകുന്നത് മുതലാളിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ഒരു ഓട്ടം എടുക്കേണ്ടതും ആ വരുന്ന ഓട്ടത്തിന് എങ്ങനെ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും എങ്ങനെയെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു. ഞാൻ ഒരുപാട് ആളുകളുടെ കാര്യം ഞാൻ ഈ ഫീൽഡിൽ വരുമ്പോൾ ഞാൻ പലരോടും പല സംശയങ്ങൾ ചോദിച്ചപ്പോഴും എനിക്ക് കൃത്യമായ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തത്. ഞാൻ ഈ പാസ് ചെയ്തതിൽ ഇപ്പം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാരും അതുപോലെ തന്നെ മുതലാളിമാരും ട്രാൻസ്പോർട്ടർമാരും ഒക്കെ ഇത് ചിലപ്പോൾ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരിലേക്ക് ഇത് എത്താം നാളുകളിൽ എത്താം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചാൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റിലൂടെ അത് തിരുത്തണം. അത് മാത്രമല്ല എനിക്ക് നല്ല അറിവുകൾ നിങ്ങൾ നൽകുകയും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് വിലപ്പെട്ട ഇൻഫർമേഷൻ എൻ്റെ കണ്ടന്റിൽ ഞാൻ പറയാൻ ബാക്കി വെച്ചതൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. പ്രിയ മാന്യ പ്രേക്ഷകർ ക്ഷമിക്കണം, ഞാൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്ത് എനിക്ക് കമൻറ്റ് ബോക്സിൽ അയച്ചു തന്നാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നമുക്ക് ഇനിയിപ്പം കാത്തു നിൽക്കാൻ സമയമില്ല, രാത്രിയായി. നമുക്ക് ലോഡ് ഇറക്കണം. ലോഡ് ഇറക്കുമ്പോൾ നമുക്കവിടെ കമ്പനിയുടെ ഒരുപാട്
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാറുണ്ട്. ചിലപ്പോൾ അവിടെ ഒരു പക്ഷേ വീഡിയോ നോട്ട് അലൗഡ് ആയിരിക്കും. എങ്കിലും അതൊരു കമ്പി കൊണ്ട് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം നമ്മുടെ ഈ വേസ്റ്റ് നമ്മൾ അവിടെ കൊണ്ടുപോയി അവർ അയൺ ചെയ്ത് ഒരുക്കി അവർ പല പല ലോഹങ്ങൾ ഉണ്ടാക്കുകയാണ് അവിടുത്തെ, എൻ്റെ അറിവിൽ അവിടെ ചെയ്യുന്ന പ്രക്രിയ. പിന്നെ അതല്ലെങ്കിൽ മറ്റു പല ഇതും കാണും. കാര്യം നമുക്ക് ആ കമ്പനിയിലേക്ക് ചെന്ന് നമുക്ക് അവിടെ അനുവാദമില്ലാതെ വീഡിയോ പിടിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ബില്ല് നമ്മൾ അവിടെ കൊടുത്തപ്പോൾ നമുക്ക് ഒരു ടോക്കൺ തന്നിട്ടുണ്ട്. അപ്പം ബില്ലും ടോക്കണും ഇപ്പം നമ്മുടെ കയ്യിലാണുള്ളത്. നമ്മൾ ഈ ബില്ലും ടോക്കണുമായിട്ട് നമ്മൾ അവിടെ പോയി സെക്യൂരിറ്റി ഓഫീസറെ കാണും. അതിനുശേഷം നമ്മുടെ ലോഡായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളെ അകത്തേക്ക് കയറ്റും. അകത്തേക്ക് കയറ്റുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെക്കേണ്ടതായിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഷൂസ് ധരിക്കേണ്ടതായിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ ഒരാൾ മാത്രമേ ചിലപ്പം അതിനകത്തേക്ക് കയറ്റി കൊടുത്തുള്ളൂ, ഡ്രൈവറെ മാത്രമേ ചിലപ്പോൾ കയറ്റി കൊടുത്തുള്ളൂ, അല്ലെങ്കിൽ ഡ്രൈവറെയും ക്ലീനറെ മാത്രമേ ചിലപ്പോൾ കയറ്റി കൊടുത്തുള്ളായിരിക്കും. അതുപോലെ തന്നെ മദ്യപിച്ചുകൊണ്ട് ഒരിക്കലും ചിലപ്പോൾ ഒരുപക്ഷെ അതിനകത്തേക്ക് മിക്ക കമ്പനികളിലേക്കും കയറ്റി വിടാറില്ല. ചിലപ്പോൾ അവർ ഊതിച്ചിട്ടൊക്കെ കയറ്റി കൊടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിയമം പാലിച്ച് തന്നെ പോവുക. നമ്മുടെ റോഡ് നിയമങ്ങളും അതുപോലെ തന്നെ കമ്പനിയുടെ നിയമങ്ങളും പാലിച്ച് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്യുക. അപ്പം നമുക്കിനിയും അങ്ങോട്ടേക്ക് പോകണം. അവിടെ പറ്റുന്ന വീഡിയോസ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് തരാം എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. എന്നെക്കൊണ്ടാവുന്ന ഞാൻ ശ്രമിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്നുകൊണ്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കഞ്ചിക്കോട്ടേക്ക് വന്ന ഈ വീഡിയോ ഒരു പക്ഷേ ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. അതായത് ഈ യാത്രയുടെ 3ാം എപ്പിസോഡാണ് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്ത് നിർത്തുന്നത്. നമുക്കിവിടെ അങ്ങോട്ട് യാത്ര ചെയ്യാം. ഹലോ ഗെയ്സ്, ഇതാണ് കമ്പനിയുടെ അകത്തെ അവസ്ഥ. ഹെൽമെറ്റ് ധരിച്ചിട്ട് ഞാൻ എൻ്റെ പ്രവേശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വണ്ടിക്കകത്തിരിക്കുകയാണ്. ഇവിടെ ക്യാമറ നോട്ട് അലൗഡാണ്, അതുകൊണ്ടാണ് വണ്ടിക്കകത്തെ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഗെയ്സ് വാഹനത്തിൽ നിന്ന് സ്ക്രാപ്പ് പുറത്തേക്ക് ഇറക്കുന്നത്. കൊണ്ടുവരുന്ന ലോഡിൻ്റെ വളരെ നിർണായകമായ, വളരെ അപകടം പിടിച്ച ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാര്യം കെട്ട് ലൂസാണ്. അഴിക്കുന്ന സമയത്ത് ലോഡ് സാധനങ്ങൾ താഴെ വീഴാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളപ്പം അരികുവശത്തെ ലൈറ്റ് ഒന്ന് ഇടുകയാണ്. ഇടുമ്പം ആ സൈഡിലൊരു ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമുക്ക് ആ കോവണിപ്പടിയുടെ സൈഡിലുള്ള ലൈറ്റാണ്. അവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്, കാരിയറിൻ്റെ മുകളിലേക്ക് കയറുന്നത്. എന്തായാലും ഞാൻ അഴിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ ഗെയ്സ്. ആ ഗെയ്സ്, വണ്ടിയുടെ മുകളിലാണ് ഇപ്പോൾ ഞാനുള്ളത്. 2 ഭായിമാർ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഭായിമാരുടെ ഹെൽപ്പില്ലെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് കയറഴിക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്തായാലും കയറ് ചുറ്റുകയാണ്. കയർ നമ്മൾ ഇവിടെയാണ് ചുറ്റി വെക്കുന്നത്. ബായി മുകളിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. ബായിമാരുടെ സഹായത്തോടു കൂടി വളരെ അപകടം പിടിച്ച കെട്ടഴിക്കൽ പരിപാടി വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഗേറ്റിൽ ഫാമിലി ഇറക്കി വിടേണ്ടി വന്നു. അവർക്ക് റൂമൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല മര്യാദയാണ് നമ്മുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് അവരോട് സമീപിച്ചതെന്ന്. ഇപ്പം വൈഫിനെ വിളിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് റൂമുണ്ട്, ചെറിയ മോളുണ്ട്, 2 പേരുണ്ട്. അവർ 3 പേര് 4 പേര് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ കമ്പനിയുടെ അകത്തേക്ക് കയറി നമ്മുടെ വണ്ടി തൂക്കിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറി കെട്ടഴിച്ചത്. നമുക്ക് അകത്തേക്ക് പോകാം. അകത്തേക്ക് പോയതിന് ശേഷം പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കാം. ഓക്കെ, ഇതാണ് ഞങ്ങളെപ്പോലുള്ള ഡ്രൈവർമാരുടെ രാത്രികാല അവസ്ഥ. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഉടനെ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഹലോ, ഇതാണ് ഗെയ്സ് കമ്പനിക്കകം. ഫുൾ കമ്പനിയുടെ ഗോഡൗണാണ്.
बाहर से ना जा सकते. Don't you think that I can see you anxiously? Try not to catch a glimpse of me. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടിയിൽ നിന്നും മെഷീൻ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ശബ്ദ കോലാഹലങ്ങളാണ്, അതുകൊണ്ടൊന്നും പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല.